അച്ഛൻ്റെ പ്രായം 40 വയസ്സോ അതിൽ കൂടുതലോ ആണ് പ്രഗ്നൻസി ആവുന്ന സമയത്തെങ്കിൽ അതിന് നമ്മൾ അഡ്വാൻസ്ഡ് പെറ്റേണൽ ഏജ് എന്ന് പറയും. അമ്മയുടെ പ്രായം കൂടുമ്പോഴുണ്ടാകുന്ന പ്രോബ്ലമായ ഡൗൺ സിൻഡ്രോം തുടങ്ങിയ പ്രോബ്ലങ്ങളൊക്കെ ഈ അഡ്വാൻസ്ഡ് പെറ്റേണൽ ഏജിൽ കാണുന്നില്ല എങ്കിലും മറ്റ് ചില ജനിതക വൈകല്യങ്ങൾ, ഉദാഹരണത്തിന് ഡ്യൂഷൻ മസ്കുലർ ഡിസ്ട്രോഫി, ഹീമോഫീലിയ, അക്കോൺട്രോപ്ലേസിയ തുടങ്ങിയ ജനിതക വൈകല്യങ്ങളൊക്കെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. പ്രഗ്നൻസി ആവാൻ ചിലപ്പോൾ ഡിലേ വരാം, കാരണം സ്പേമിൻ്റെ ക്വാളിറ്റിക്കും ക്വാണ്ടിറ്റിക്കും ഒക്കെ വ്യത്യാസം വരാം. അതുപോലെ അബോർഷൻ്റെ റേറ്റ് കൂടാം. ചില മാനസിക പ്രോബ്ലം കുഞ്ഞുങ്ങൾക്കുണ്ടാകാൻ കൂടുതൽ സാധ്യത അച്ഛൻ്റെ പ്രായം കൂടുന്നതനുസരിച്ചുണ്ട് എന്ന് സ്റ്റഡീസ് കാണിക്കുന്നുണ്ട്. ഷിസോഫ്രീനിയയും അഡ്വാൻസ്ഡ് പെറ്റേണൽ ഏജും തമ്മിലുള്ള ഒരു ബന്ധം 1958 മുതൽ തന്നെ പല സ്റ്റഡീസും പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓട്ടിസം പോലുള്ള പ്രോബ്ലത്തിനും ഈ അഡ്വാൻസ്ഡ് പെറ്റേണൽ ഏജുമായിട്ടൊരു റിലേഷൻ ഉണ്ടെന്ന് ഇപ്പോൾ സ്റ്റഡീസ് കാണിക്കുന്നുണ്ട്. അതുപോലെ ചില ചൈൽഡ്ഹുഡ് ക്യാൻസേഴ്സ്, ലിംഫോമ, ലുക്കീമിയ, റെറ്റിനോബ്ലാസ്റ്റോമ, ചില ബ്രെയിൻ ട്യൂമേഴ്സ് തുടങ്ങിയവയൊക്കെ അഡ്വാൻസ്ഡ് പെറ്റേണൽ ഏജുമായിട്ട് ഒരു ബന്ധം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പല സ്റ്റഡീസിൽ കാണിക്കുന്നതാണ്. പക്ഷേ ACOG എന്നും ഇതിനെ അത്ര സപ്പോർട്ട് ചെയ്തിട്ട് അവർക്ക് അഡ്വാൻസ്ഡ് പെറ്റേണൽ ഏജിൻ്റെ ഒരു കൃത്യമായ ഡെഫിനിഷൻ പറയുന്നില്ല, ഒരു സ്ക്രീനിങ്ങും പറയുന്നില്ല. എങ്കിലും പല സ്റ്റഡീസും ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ കാണിക്കുന്നതിനാൽ നമ്മൾ വിജിലൻ്റ് ആവണം. നിങ്ങൾക്ക് നിങ്ങളുടെ മാറുന്ന സാഹചര്യം അനുസരിച്ച് വിവാഹം ചിലപ്പോൾ താമസിക്കാം. അതുപോലെ വിവാഹിതർക്ക് പോലും മക്കളാവേണ്ടതിന് കുറേ കൂടെ കഴിഞ്ഞിട്ട് മതി എന്നൊക്കെയുള്ള തീരുമാനമുള്ളവർ മറ്റുള്ള പല മെത്തേഡ്സും, ഉദാഹരണത്തിന് വേണമെങ്കിൽ സെമൻ ഫ്രീസ് ചെയ്ത് വെക്കാവുന്ന മെത്തേഡുകൾ, സെമിനൽ ബാങ്കിങ് ഫെസിലിറ്റി, അതുപോലെ വേണമെങ്കിൽ വിവാഹിതർക്ക് വേണമെങ്കിൽ അവരുടെ എംബ്രിയോ ഫ്രീസ് ചെയ്ത് വെക്കാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്താൽ ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞ ഈ റിസ്കുകളിൽ നിന്നൊക്കെ നമുക്ക് നമ്മളുടെ അടുത്ത തലമുറയെ രക്ഷിക്കാൻ സാധിക്കും.